ഹല്ലേലൂയ. ഞാനിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. 1892 19-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. റെഡ് ചർച്ച എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പള്ളി ആദ്യകാലത്ത് പണി കഴിപ്പിച്ചത്. അവർക്ക് മതപരമായ ഒരു സ്ഥലം ആവശ്യമായിരുന്നു. അതിനാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. ഇവിടുത്തെ ചുവന്ന നിറം കാരണം റെഡ് ചർച്ച് എന്നറിയപ്പെട്ടു. പിന്നീട് ഇവിടെ അടുത്ത് വൈറ്റ് ചർച്ച് എന്ന പേരിൽ ഒരു ദേവാലയം കൂടിയുണ്ട് അവർ നിർമ്മിച്ചു. ഈ പരിസരത്തുള്ള കോളനി റെഡ് കോളനി എന്നറിയപ്പെടുന്നു. ഇവിടെ വന്ന് പിതാവിൻ്റെ ആശീർവാദം വാങ്ങിക്കാൻ പറ്റി. എൻ്റെ നാട്ടുകാരനാണ്, കല്ലൂർക്കാട് ഇടവക്കാരനാണ് ഇവിടുത്തെ പിതാവിൻ്റെ ആശീർവാദവും മേടിക്കാൻ പറ്റി. കർത്താവിന് നന്ദി പറയുന്നു. വിദേശത്തു കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കടന്നു പോകാൻ കർത്താവ് അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു. പിതാവ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിതാവ് ആശീർവദിച്ച് ഇങ്ങനെ നടത്തുന്നതിനായിട്ട് പിതാവിൻ്റെ ആശീർവാദമൊക്കെ കിട്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ മധ്യപ്രദേശിലെ ഇൻഡോറിലാണുള്ളത്. ഇൻഡോറിൽ ഇവിടെ ദേവാലയത്തിൽ വന്നു, വിശുദ്ധബലി അർപ്പിച്ചു. ഇപ്പോൾ അച്ഛൻ്റെ പേരെങ്ങനെ? തോമസ് മാത്യു കല്ലൂർക്കാട് കോതമംഗലം രൂപത തന്നെ ഉള്ള അച്ഛനാണ്. അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അച്ഛനെന്തോ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇവിടുത്തെ ഇവിടെ ഈ കാണുന്ന ഇവിടുത്തെ ഇൻഡോറിലെ കത്തീഡ്രലാണ്. ഇത് ഇവിടുത്തെ മധ്യപ്രദേശ് ഇൻഡോർ ഈ ഏരിയയിലെ ഏറ്റവും ആയത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ ആയത്തപ്പള്ളി പുറകിലൂടെ റെഡ് ചർച്ച് എന്നറിയപ്പെടുന്നത്. ഈ പള്ളിക്ക് 60 വർഷം പഴക്കമുള്ളതാണ്. ഇതൊരു ജർമ്മൻ ബ്രദർ പണിയിച്ച പള്ളിയാണ്. പുള്ളി ആർക്കിടെക്റ്റ് ആയിരുന്നു. ഇവിടെ മോസ്റ്റ്ലി ഇതാണ് ഇപ്പോഴത്തെ ഇൻഡോർ ഡയസിസിലെ മെയിൻ പാരിഷ് ഇടവക എന്ന് പറയാം. 450 കുടുംബക്കാരുണ്ട്. ബാക്കി എല്ലാം ഇവിടെ മെയിൻ ഭാഷ ഹിന്ദിയാണ്. പിന്നെ ഞായറാഴ്ചകളിൽ ഇംഗ്ലീഷിലും ഉണ്ട് കുർബാന. അച്ഛൻ്റെ മിഷണറി അനുഭവം എന്ന് പറയാൻ പറ്റുമോ? ഞാനിവിടെ വന്നിട്ടിപ്പോൾ എൻ്റെ ഓർഡിനേഷൻ 1987 ഇപ്പോൾ 36-ാം വർഷമാണിത്. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഈ രൂപതയിൽ 3 ജില്ലയുണ്ട്. ഇപ്പോൾ പല പ്രാവശ്യം വിഭജിച്ച രൂപതയാണിത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ 3 ജില്ലകളുണ്ട്: ദേവാസ്, ഇൻഡോർ, ധാർ. അപ്പോൾ ഈ 3 ജില്ലകളിലായിട്ട് ഒരു 10-30,000 കത്തോലിക്ക വിശ്വാസികളുണ്ട്. പക്ഷേ ഒരു മിഷൻ രൂപത എന്ന നിലയിൽ കത്തോലിക്കരോടൊപ്പം തന്നെ സേവനം ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ. ഒരുപാട് വിശ്വാസികളൊക്കെ എങ്ങനെയാണ് വെച്ചാൽ ഇങ്ങനെ പള്ളിയിൽ ദേവാലയത്തിലൊക്കെ വരാനൊക്കെ? വിശ്വാസികൾ പല സംസ്കാരത്തിൽ നിന്നുള്ളവരുണ്ട്. ഇവിടുത്തെ കുറച്ച് ലോക്കലായിട്ടുള്ളവരുണ്ട്. പിന്നെ അയൽപക്കത്തു നിന്നുള്ള രൂപതകളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തവർ, ഖണ്ഡുവ, ഝാബുവ, പിന്നെ ഈ ഛത്തീസ്ഗഡ് ഏരിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. അതിന് പുറമെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, കേരള, തമിഴ്നാട് എന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിലായിട്ടുള്ള കുറേ പേരുണ്ട്. പിന്നെ ജോലിക്കായിട്ടാണ് വന്നിട്ടുള്ള കുറേ പേര്. അങ്ങനെ മൊത്തം ഒരു മിക്സ്ഡ് ഗ്രൂപ്പാണ് ഇവിടെയുള്ള കത്തോലിക്ക സംബന്ധിച്ചിടത്തോളം. വിശ്വാസമൊക്കെ ആവശ്യത്തിനുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് എപ്പോഴും കൂട്ടാനുള്ളൊരു സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സുവിശേഷം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചെന്ന് പറയുന്നത്? സുവിശേഷം എല്ലാ കാലഘട്ടത്തിലും കൊടുക്കുന്ന കാര്യമാണ്. അത് തമ്പുരാൻ്റെ കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. നിങ്ങൾ ലോകം പോയി സുവിശേഷം പ്രസംഗിക്കുക, എല്ലാ ജാതികളോടും പ്രസംഗിക്കുക. ഇതൊക്കെ ഈശോ നമുക്ക് തന്നിട്ടുള്ള ഒരു കൽപ്പനയാണ്. അത് ഏത് രീതിയിൽ, എത്ര നന്നായിട്ട് നമുക്കത് അതിനെ പാലിക്കാൻ സാധിക്കുമോ അത്ര ചെയ്യുക. ഓരോ ചുറ്റുപാടിലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ ഇച്ചിരി ഒരു ചെയ്യേണ്ടി വരും. കാരണം ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ നേരിട്ട് എന്ന് എല്ലാവരും പിടിച്ച് മാമൂസം മുക്കുക അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് യേശുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക, സേവിക്കുക. അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷ്യം. താങ്ക് യു. കണ്ടതിൽ സന്തോഷം.